പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജ്യോതിസ് മരിയ തോമസ്. ഞാൻ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. നാട്ടിൽ ഇടുക്കി ജില്ല കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് മുളങ്കുന്ന് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 ആ സമയത്ത് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ആരംഭിച്ചു. അതിനുശേഷം 2021 മുതൽ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തുകൊണ്ടിരുന്നത് ഇന്ന് അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇപ്പോൾ 2019 ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറുപ്പം മുതലേ നല്ല രീതിയിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ മുൻപോട്ട് വന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനോ പ്രാർത്ഥനകളിൽ സംബന്ധിക്കാനോ യാതൊരു അവസരങ്ങളും ഇല്ലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു ഉൾസൈഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രാർത്ഥനയിൽ നിലനിന്ന് പോകാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിനകത്ത് അന്നു മുതൽ ഇന്നു വരെ ഞാൻ എല്ലാ ഉടമ്പടിയിലും ആദ്യത്തെ 2 നിയോഗമായിട്ട് എഴുതിയിരുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിനും രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് എമർജൻസി നിയോഗങ്ങളൊന്നുമില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ മൂന്നാമതായിട്ടൊരു നിയോഗം വെച്ചിരുന്നത്, ഞാൻ സൗദിയിൽ ചെന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ടും എൻ്റെ സൗദി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് 1 വർഷത്തിനുള്ളിലാണത് പൂർത്തിയാക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പല മെത്തേഡുകൾ നോക്കി, മെയിലുകൾ അയച്ചു, ഹയർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടു. ഞാൻ ഓൾറെഡി പ്രോമറ്ററി നാട്ടിൽ നിന്ന് പാസ്സായി പോയ വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ സൗദി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മൂന്നാമത്തെ നിയോഗമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിച്ചത് മെയ് 31 മുൻപായിട്ട് എൻ്റെ സൗദി രജിസ്ട്രേഷൻ എനിക്ക് പൂർത്തിയായി കിട്ടണം. അപ്പോൾ അതൊരു എമർജൻസി നിയോഗമല്ലായിരുന്നു. ഞാൻ എന്നെ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആ നിയോഗത്തെപ്പറ്റി മറന്നുപോയി, ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയി. ഞാൻ വെച്ച എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ സാധിച്ചു തന്നുകൊണ്ടേയിരുന്നു. മെയ് 31 11:55 രാത്രിയിൽ കൃത്യം എനിക്കൊരു മെയിൽ വന്നു, സൗദി രജിസ്ട്രേഷൻ അപ്രൂവ് ആയെന്നും പറഞ്ഞ്. നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. സൗദിയിലെ നിയമം അനുസരിച്ച് 3:30 കഴിഞ്ഞാൽ അവരൊരിക്കലും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ രാത്രി 11:55 ആയപ്പോഴാണ് എൻ്റെ രജിസ്ട്രേഷൻ അപ്രൂവ് ആയെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ കൃപാസനം ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, ഇതിനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 3 മാസം കൂടുമ്പോൾ, ആ സമയത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തില്ല, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ആയിരുന്നു. അപ്പോൾ എല്ലാ 90 ദിവസം കൂടുമ്പോൾ ഞാൻ പുതിയ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും. അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അടുത്ത എൻ്റെ വലിയൊരു നിയോഗം എൻ്റെ വിവാഹമായിരുന്നു. നോർമലി ആ വർഷം തന്നെ വിവാഹ ജീവിതത്തെപ്പറ്റി ആലോചന തുടങ്ങി. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരു ജീവിത പങ്കാളിയെ, അമ്മയും തിരുക്കുമാരനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ എനിക്കായി കണ്ടുപിടിച്ച് തരണമെന്ന്. നാട്ടിൽ സെപ്റ്റംബറിൽ വന്നു. ആ സമയത്ത് തന്നെ അമ്മ എനിക്കായിട്ട് ഒരു വ്യക്തി കണ്ടെത്തി തന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. 2 മാസത്തിന് ശേഷം വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ ജനുവരി മുതൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം എന്നുള്ളത് 1 വർഷമായി. 1.5 വർഷമാകാറായിട്ടും എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല. ചേട്ടൻ ഡൽഹിയിലായിരുന്നു, ഞാൻ സൗദിയിലാണ്. എല്ലാവിധ പ്രഷറും സ്ട്രെസ്സെല്ലാം കൂടി ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കലും നിർബന്ധിച്ച് പറഞ്ഞില്ല. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 2021 ഡിസംബർ 31 എല്ലാ വർഷവും രാത്രി 12 മണിക്ക് ഞാൻ ആ പുതിയ വർഷത്തേക്കുള്ള ഓരോ വചനം എടുക്കാറുണ്ട്. അപ്പോൾ ആ വർഷം ഞാൻ എടുത്ത വചനം എനിക്ക് കിട്ടിയത് പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തിയെന്നായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഓരോ വചനം കിട്ടി. എനിക്ക് കിട്ടിയ വചനം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനം 27 ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഉറപ്പായിട്ട് ഇടപെടും. 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ നഴ്സുമാർക്കും നാട്ടിൽ വരാൻ വേണ്ടി UNA ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. കോവിഡ് ആയിട്ട് പോലും വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ വിവാഹം നടന്ന ദിവസം മാത്രം 200-ൽ കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാമെന്നൊരു നിയമം വന്നു. വളരെ മനോഹരമായിട്ട് വിവാഹം നടന്നു. പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് 1000 നന്ദി. അതിനുശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ആ നിയോഗവും ഇട്ടു. എൻ്റെ പുതുക്കുന്ന സമയമായിരുന്നു. നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 2 മാസത്തിനുള്ളിൽ സൗദിയിൽ പോയി. അപ്പോൾ തന്നെ ആ സമയത്തിനുള്ളിൽ ഞാൻ കൺസീവ് ആയായിരുന്നു. എൻ്റെ മൂന്നാമത്തെ അടുത്ത് വലിയൊരു നിയോഗം
സാധിച്ചു കിട്ടിയത് പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയൊരു സംരക്ഷണമാണ്. ഞാൻ 6 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ 22 വീക്സ് കഴിഞ്ഞ സമയത്ത്, ഇത് കോവിഡ് സമയമാണ്, ആ വർഷം തന്നെ 2021 ഡെൽറ്റ വേരിയൻ്റ്, ആ ഒരു ക്രിട്ടിക്കൽ വേരിയൻ്റ് വന്ന സമയമായിരുന്നു. ഞാൻ കോവിഡ് പോസിറ്റീവായി. എൻ്റെ ഒപ്പം 9 എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും പോസിറ്റീവായി. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നമ്മൾ മെഡിസിൻ എടുക്കുകയില്ല. ആദ്യത്തെ ദിവസം എല്ലാവർക്കും 2 ദിവസം കൊണ്ട് കുറഞ്ഞു. ഞാൻ പാരസെറ്റാമോൾ ആദ്യത്തെ ദിവസം എടുത്തില്ല, പക്ഷേ 2 ദിവസം എടുത്തു. 104-105 പനിയിൽ തന്നെ നിന്നു. എന്നെ ഐസൊലേറ്റ് ചെയ്തു എല്ലാവരുടെയും ഒപ്പം. അവരെല്ലാം ഇമ്പ്രൂവ് ആയി. പക്ഷേ എനിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ചെറിയ രീതിയിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആരംഭിച്ചു. കാഷ്വാലിറ്റിയിൽ പോയി അവർ നെബുലൈസേഷൻ ആരംഭിച്ചു. മാറ്റം വന്നില്ല. പിന്നെ പയ്യെ ഓറൽ ആൻറ്റിബയോട്ടിക്, ചെറിയ അസിത്രോമൈസിനെ തുടങ്ങി. യാതൊരു മാറ്റവും വന്നില്ല. അതിനുശേഷം അവർ IV ലൈൻ ഇട്ട് ഹോസ്റ്റലിൽ വിട്ടു. കാരണം വളരെ കൂടുതലായിട്ട് ആൾക്കാർ നിറഞ്ഞ് കോവിഡ് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ കണ്ടീഷൻ വേഴ്സ് ആവുന്നത് കൊണ്ട് IV ലൈൻ ഇട്ട് തന്നെ ഹോസ്റ്റലിൽ വിട്ടു. അപ്പോൾ ചെറിയ ഓക്മെൻറ്റിൻ, ചെറിയ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക് IV ഓക്മെൻറ്റിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പനിയിലോ ചെസ്റ്റ് ഇൻഫെക്ഷനിലോ യാതൊരു കുറവും വന്നില്ല. 4ാമത്തെ ദിവസം വീണ്ടും കാഷ്വാലിറ്റിയിൽ പോയി. അവർ എക്സ്റേ എന്നോട് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രഗ്നൻ്റാണ്, നമ്മൾ ഓഫ് കോഴ്സ് ഇനിഷ്യലി സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ ചുമ കൂടി 10 മിനിറ്റ് കണ്ടിന്യൂസ് ഒക്കെ ചുമയ്ക്കാൻ തുടങ്ങി, രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളുകാരെല്ലാം സീനിയേഴ്സും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ICUവിൽ കയറ്റിയില്ല, ഹൈ ഡിപ്പെൻഡൻസിയിൽ കയറ്റി. അവിടുന്ന് ആദ്യമായിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഓക്കെ, അവർ സാച്ചുറേഷൻ കുറയുന്നതായിട്ട് കണ്ടു. ചെറിയ രീതിയിൽ ഓക്സിജൻ തുടങ്ങി. നേസൽ പ്രോങ്സിൽ നേസൽ മാസ്കായി. നേസൽ മാസ്ക് ചെയ്യുന്നത് ഹൈ ഫ്ലോ ഓക്സിജൻ 100%ായി. എൻ്റെ പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ ചെസ്റ്റ് എക്സ്റേ എടുത്തു. ചെസ്റ്റ് എക്സ്റേയിൽ 70% ലങ്സ്, എബോവ് 75% ലങ് കൊലാപ്സായി. ARDS എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ്ലി കൊലാപ്സ് ആവുന്നൊരു കണ്ടീഷനായി. ആ കണ്ടീഷനായി സിവിയർ കോവിഡ് ന്യൂമോണിയ ആയി. ഇൻറ്റുബേറ്റ് ചെയ്തില്ല, കാരണം പ്രഗ്നൻ്റ് ആണ്. ഇൻറ്റുബേറ്റ് ചെയ്ത് അതോടെ തീർന്നു. അതുകൊണ്ട് തന്നെ ഇൻറ്റുബേറ്റ് ചെയ്തില്ല. ഈ ഹൈ ഫ്ലോയിൽ മുന്നോട്ട് പോയി. എല്ലാവിധ ആൻറ്റിബയോട്ടിക്സും സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിൽ തുടങ്ങി. ഹൈ ഫ്ലോ എല്ലാവരും ജെൻറ്റാമൈസിൻ, വാങ്കോമൈസിൻ, നഴ്സസിന് അറിയാം, ലിനസോളിഡ് എന്ന് പറയും. അതൊക്കെ നോർമൽ ഒരു പേഷ്യൻറ്റിന് എടുത്താൽ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ പ്രഗ്നൻ്റായി എൻ്റെ ഉള്ളിലെടുക്കുമ്പോൾ ഓരോ ഡോസിനും അവർ ഓരോ കൺസെൻറ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോഴും ഇവിടെ അച്ഛൻ പറയാറുണ്ട്, ചില സമയത്ത് നമുക്ക് തമ്പുരാൻ്റെ മുന്നേ നോക്കി ഒന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ലാത്ത സമയം വരും. പക്ഷേ നിൻ്റെ മുന്നിൽ കുറച്ച് തമ്പുരാൻ്റെ അടുത്ത് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. അതിനു മുന്നേ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മേ ഇന്ന് ഞാൻ നിൻ്റെ മുന്നിൽ മുട്ട് നിൽക്കും, പക്ഷേ എനിക്ക് മുട്ട് നിർത്താൻ പറ്റാത്ത ഒരു സമയം വരും, അന്ന് നീ എന്നെ തിരിഞ്ഞു നോക്കണേ എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആയില്ലെങ്കിൽ പോലും എനിക്ക് പകുതി ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്സ് എല്ലാം, സ്റ്റീറോയിഡൊക്കെ ഹൈ ഡോസ് സ്റ്റീറോയിഡാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിഷ്യൽ 2 ഡേയ്സിലേക്ക് അവർ കുഞ്ഞിനെ മോണിറ്റർ ചെയ്തു. ഹാർട്ട് റേറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു. കാരണം എന്നെ എന്താണേലും രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അടുത്തത് അവർ പ്ലാൻ ചെയ്തു അബോർഷൻ ചെയ്യാം. അപ്പം ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡും ഫാമിലി എല്ലാവരും നാട്ടിലാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അത് ഹസ്ബൻഡിനോട് അവർ ഫോണിൽ കൂടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ മാതാവ് നൽകിയ അനുഗ്രഹം ഹസ്ബൻഡിന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റി. ബാക്കി എല്ലാവരും തളർന്നുപോയി. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഓരോ തീരുമാനം ഡോക്ടർ ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ എടുക്കാൻ പറ്റി. അവസാനം ഞാൻ സമ്മതിച്ചില്ല അബോർഷൻ ചെയ്യാൻ. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചു, ചെയ്തേ പറ്റൂ. അവിടെ അമ്മയ്ക്കാണ് പ്രാധാന്യം. കുഞ്ഞ് 22 വീക്ക് ആയുള്ളതുകൊണ്ട് കുഞ്ഞിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഫോണിൽ കൂടെ കൺസെൻ്റ് എടുത്തു. എൻ്റെ തമ്മാർക്ക് എടുത്തു. എന്നാൽ അമ്മയെന്ന് ഞാനൊന്ന് വിളിച്ചു. ടാബ്ലറ്റ് വെക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ സൗദി മിനിസ്ട്രിയിൽ നിന്ന് ഓർഡർ വന്നു, എനിവേ അബോർഷൻ ചെയ്താലും അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അബോർഷൻ ചെയ്യണ്ട. ആ തീരുമാനം അവിടെ മാറ്റി. അമ്മയ്ക്ക് 1000 നന്ദി. അതാണ് ആദ്യമായിട്ട് അമ്മ അവിടെ ഇടപെട്ടത്. ആ തീരുമാനം മാറ്റി. കുഞ്ഞ് എൻ്റെ ഒപ്പം ഉണ്ട്. കുഞ്ഞിനിപ്പം 3 വയസ്സായി. കുഞ്ഞ് വഴക്കായിരുന്നത് കൊണ്ടാണ് ഹസ്ബൻഡും അകത്തോട് കുഞ്ഞും കയറി വരാത്തത്. കുഞ്ഞിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അതിനുശേഷം അവർ അബോർഷൻ്റെ പ്ലാൻ മാറ്റി. കുഴപ്പമില്ല, മുൻപോട്ട് പോകാമെന്ന് വെച്ചു. അടുത്തതായിട്ട് അവർ ഫൈനൽ കോവിഡ് ടെർമിനൽ മെഡിസിൻ ഉണ്ട്. വേറെ ഒന്നും കൊണ്ട് എനിവേ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു സിംറ്റോമാറ്റിക് മാനേജ്മെൻറ്റ് ഉണ്ടാകുമെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിൽ കോവിഡ് ടെർമിനൽ മെഡിസിൻ ടോസിലിസ്മാവ് എന്ന് വരും. ഇന്ത്യൻ റുപ്പീസ് ലക്ഷങ്ങൾ വിലയുള്ള മരുന്നാണ്. ആ സമയത്ത് ഞാൻ കോൺഷ്യസ് അല്ലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് പെട്ടെന്ന് പൈസ അങ്ങോട്ട് അയക്കാനുമുള്ള മാർഗ്ഗമില്ല. അപ്പോൾ എല്ലാവരും നേഴ്സസ് മിനിസ്ട്രികളെല്ലാവരും പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി.
പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ ഒരു പേഷ്യൻറ്റിന്, ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു ഇവർക്ക് വേണ്ടി ഒരു 10 രൂപ തരാമോ. അദ്ദേഹം നോർമലി ഒരു പച്ചവെള്ളം പോലും കൊടുക്കുകയല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവർക്ക് വേണ്ടി എൻ്റെ ഫുൾ പൈസയും എമൗണ്ട് പേ ചെയ്തോളാന്ന്. ഒരുപാട് ലക്ഷങ്ങൾ വിലയുള്ളതാണ്. അദ്ദേഹം ആ നിമിഷം തന്നെ ആ ഫുൾ എമൗണ്ട് ആ ഹോസ്പിറ്റലിലോട്ട് പേ ചെയ്തു. ഞാൻ മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിലും ആ സമയത്ത് ഈ മെഡിസിൻ ഇന്ത്യയിലോ ബാക്കി ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ലായിരുന്നു. അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, അള്ളാഹ് എന്നോട് പറയുന്നു ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുന്നു. അദ്ദേഹം ആ ഫുൾ എമൗണ്ടും എനിക്ക് വേണ്ടി പേ ചെയ്തു. അവർ ആ മെഡിസിൻ, അതുപോലെ തന്നെ മെഡിസിൻ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെങ്കിൽ 8 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ടായിരുന്നു. അതിൻ്റെ സംവിധാനങ്ങൾ പോലും 2 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും മാതാവ് ഒരുക്കി. എനിക്ക് അവർ ഇഞ്ചക്ഷൻ പിറ്റേ ദിവസം രാത്രിയിൽ വെളുപ്പിനെ തന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും, ആ തന്നവരെല്ലാം മുട്ടിക്കുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എല്ലാവരും വിശ്വാസികളായിരുന്നു. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഇഞ്ചക്ഷൻ തന്നു. ഇത് നോർമലി 2 മാസം അല്ലെങ്കിൽ വളരെ ആഴ്ചകൾ കൂടി എടുക്കേണ്ട ഒരു മരുന്നായിരുന്നു. കാരണം അവസാനം ഹസ്ബൻഡിനോട് പറഞ്ഞത് 5% പോലും ഇവൾ തിരിച്ചു വരുവാനുള്ള ഒരു സാധ്യതയില്ല, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ആ മരുന്ന് തന്നു. ഞാൻ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ബാക്ക് ടു നോർമലായി. എന്ന് പറഞ്ഞാൽ 75% എബവ് ലങ് കൊളാപ്സായി. ഞാൻ 5% പോലും തിരിച്ചു വരികയില്ലെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാവിലെ വീഡിയോ കോൾ വിളിച്ച് എല്ലാവരോടും സംസാരിച്ചു. എൻ്റെ ചെസ്റ്റ് എക്സ്റേ ക്ലിയറായി. ഞാൻ കംപ്ലീറ്റ്ലി നോർമലായി. സ്റ്റീറോയിഡ്സ് 2000, 3000 ഡോസൊക്കെ ആയിരുന്നതുകൊണ്ട് അത് ടേപ്പർ ചെയ്ത് കുറച്ച് കൊണ്ടുവന്നു. എല്ലാ ലൈൻസ് എനിക്കുണ്ടായിരുന്നു. ആർട്ടീരിയൽ ലൈന്, എല്ലാവിധ ലൈനായിരുന്നു. എനിക്ക് സംസാരിക്കത്തില്ലായിരുന്നു, ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു. 3 ദിവസമൊക്കെ കംപ്ലീറ്റ്ലി IV ഫ്ലൂയിഡേ മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ രക്ഷപ്പെട്ടല്ലോ. എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ തിരിച്ച് കിട്ടത്തില്ല. ഉറപ്പായിരുന്നു, കാരണം എനിക്ക് നേഴ്സാണ്, എനിക്കറിയാം അവൻ എല്ലാവിധ വൈകല്യങ്ങളും ഉണ്ടാവും. കാരണം 30-ൽ പരം എക്സ്റേകൾ എനിക്കെടുത്തു. ഓരോ എക്സ്റേക്കും കൺസെൻ്റ് എടുത്താണ് അവരെടുക്കുന്നത്, കാരണം തിരിച്ചു കിട്ടില്ല. എല്ലാവിധ ആൻറ്റിബയോട്ടിക്സ്, എസ്പെഷ്യലി ആ എടുത്ത കോവിഡ് ടെർമിനൽ മെഡിസിനൊക്കെ ഒരിക്കലും ഒരു പ്രഗ്നൻസിയിൽ ഇൻഡിക്കേറ്റഡ് അല്ല. അപ്പം ഞാൻ 22 വീക്കറായിരുന്നു. നമുക്ക് പിന്നീട് സ്കാൻ എടുത്തപ്പോൾ കുഞ്ഞ് ഹാർട്ട് റേറ്റ് ഉണ്ട്, ഓക്കെ, പക്ഷേ ബാക്കി വൈകല്യങ്ങളൊന്നും അവർക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പ്രഗ്നൻസി സ്മൂത്തായിട്ട് മുൻപോട്ട് പോയി. 9 മാസമായപ്പോൾ എനിക്ക് ഡോക്ടറിൻ്റെ ഒരു പെർമിഷൻ ലെറ്ററോടെ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. ആ സമയത്താണ് ഫ്ലൈറ്റ് ആരംഭിച്ചത്. കുഞ്ഞ് ബ്രീച്ച് ആയിരുന്നു, അതുകൊണ്ട് തലതിരിഞ്ഞായിരുന്നു, അതുകൊണ്ട് സിസേറിയൻ ചെയ്യണമായിരുന്നു. ഡോക്ടർ അവിടുന്ന് ഒരു ലെറ്റർ എഴുതി തന്നു വിട്ടു. എൻ്റെ കണ്ടീഷൻ എല്ലാം അബ്നോർമലാണ്, പക്ഷേ അപ്പോൾ ഞാൻ നോർമലായി. ഡോക്ടർ എഴുതി നാടകീയമായിട്ട് ഇവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു, അത്ഭുതകരമായിട്ട് തിരിച്ചു വന്നെന്ന് മാത്രമേ എഴുതി തന്നു. അവസാനം ഞാൻ നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചു. ആരും എന്നെ എടുക്കുന്നില്ല, കാരണം ആർക്കും ഉറപ്പില്ല അമ്മയെ കിട്ടുമോ. അമ്മയെ കിട്ടിയാൽ പോലും കുഞ്ഞിനെ 100% കിട്ടിയല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം കുഞ്ഞിനെ ഞാൻ തിരിച്ചു വന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും തിരിച്ചു വരുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ വൈകല്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്തു. ഡൗൺ സിൻഡ്രോമൊക്കെ 100% വരാമല്ലോ. അപ്പോൾ അവസാനം കാരിത്താസിലെ ഒരു ഡോക്ടർ എന്നെ സ്വീകരിച്ചു. അവർ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഫുൾ ടൈം 39 വീക്കിൽ ഫുൾ ടൈമിൽ എന്നെ സിസേറിയൻ ചെയ്തു. പക്ഷേ എൻ്റെ കുഞ്ഞിന് 3 കിലോ അടുത്ത വെയിറ്റും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത 0% അംഗവൈകല്യം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് എനിക്കുണ്ടായത്. അവനിന്ന് 3 വയസ്സായി. പരിപൂർണമായ ആരോഗ്യത്തോടെ അവനിരിക്കുന്നു. അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. അമ്മയുടെ കൃപയില്ലെങ്കിൽ ഒരിക്കലും ഞാനെന്ന് ഇവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമേ ഇല്ലായിരുന്നു. അതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. അതാണ് എൻ്റെ അടുത്ത ഒരു നിയോഗം. 3-മതായിട്ട് ഞാൻ ഗർഭിണിയായപ്പോൾ ഞാൻ അവിടെയാണ്, ഹസ്ബൻഡ് നാട്ടിലാണ്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹം വന്നു. അപ്പോൾ ഞാൻ IELTS എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് എഴുതണമെന്ന് തോന്നി. ഞാൻ പക്ഷേ ഒരിക്കലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടില്ല. ഞാൻ കോവിഡ് ആരംഭിച്ച സമയത്ത് ഒരു 2 ദിവസം കോച്ചിങ് തുടങ്ങി. അന്നേരം കോവിഡ് വന്നു, നിർത്തി. എനിക്ക് കോവിഡ് വരുന്നതിന് 2 ദിവസം മുന്നേ കോവിഡ് കോച്ചിങ് തുടങ്ങി, പക്ഷേ അവിടെ നിർത്തി. എനിക്ക് ഒരിക്കലും ഒരു കോച്ചിങ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മയുടെ അടുത്ത് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് എഴുതണമെന്ന് തോന്നുന്നു, പക്ഷേ അതെൻ്റെ തോന്നലാണോ അമ്മ ഉറപ്പായിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ എഴുതാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഞാൻ എഴുതണമെങ്കിൽ 8 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. എൻ്റെ ഫാമിലി എല്ലാം നാട്ടിലാണ്. അപ്പം എൻ്റെ സീനിയർ നേഴ്സിനോട് ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ ചേച്ചി, എനിക്ക് എക്സാം എഴുതാൻ തോന്നുന്നു, എനിക്ക് മാതാവ് തോന്നിക്കുന്നതാണെന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. പരിപൂർണമായിട്ട് ചേച്ചി സമ്മതിച്ചു. പക്ഷേ ബാക്കി ആരും സമ്മതിച്ചില്ല. പക്ഷേ എല്ലാവരുടെയും റിസ്കിൽ ഞാൻ എക്സാം എഴുതാൻ പോയി. 35 വീക്കിൽ ഫുൾ വയറുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ നിനക്ക് എഴുതാൻ പറ്റുമോ എല്ലാവരും ചോദിച്ചു. പഠിച്ചിട്ടില്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല, ചുമ്മാ യൂട്യൂബിൽ നോക്കി കുറച്ച് പഠിച്ചതല്ലാതെ ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ഡിപ്പോസിറ്റ്. അവിടെ പോയി ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്നു. യാത്രയിലോ യാതൊരു കുഴപ്പങ്ങളും, ഈ 8 മണിക്കൂർ എനിക്ക് യാതൊരു പ്രശ്നവും വന്നില്ല. ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കാര്യം എക്സാം സെൻറ്ററിനുള്ളിലാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഒരു ഭക്ഷണവും കഴിച്ചില്ല. പക്ഷേ എനിക്ക് പ്രഗ്നൻസിയുടേതായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡെലിവറി ഡേറ്റിന് നാട്ടിൽ വരുമായിരുന്നു. നാട്ടിൽ വന്നു, എൻ്റെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ ഫുള്ള് പാസ്സായി. നല്ല മാർക്കോടെ എനിക്ക് IELTS പാസ്സായി.
അതിൻ്റെ അടുത്ത സാക്ഷി അമ്മയുടെ എൻ്റെ യാതൊരു മെറിറ്റുമില്ല, തമ്പുരാൻ്റെ കൃപയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാം പാസ്സായത്. അപ്പോഴെല്ലാം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഞാൻ ഓൺലൈൻ ഉടമ്പടി പുതുക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ റിക്വസ്റ്റ് ഇട്ട് നമ്മുടെ 90 ദിവസത്തിനൊന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കണം. ഉടമ്പടിയിലല്ലാത്തപ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ്, തമ്പുരാനെ ഞാൻ ഈ സമയത്ത് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് അന്നേരം പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ആ ഉടമ്പടി പുതുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനത് മുടക്കാതെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. അതിനുശേഷം ഏത് രാജ്യം സെലക്ട് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നമുക്ക് എന്ത് രാജ്യത്ത് നോർമലി എല്ലാവരും പറയുന്നത് പോലെ UK പോകാം, അങ്ങനെ തോന്നിച്ചു. ഞാൻ ആ ഒരു തീരുമാനം എടുത്തു. പക്ഷേ എൻ്റെ ഫാദറും ഹസ്ബൻഡും പറഞ്ഞു വേണ്ട, നമുക്ക് അയർലൻഡിൽ പോകാമെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അയർലൻഡ് തോന്നിച്ചത്. അമ്മ പ്രത്യക്ഷപ്പെട്ട രാജ്യമാണ് അയർലൻഡ്. അയർലൻഡിലെ നോക്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നോർമലി അയർലൻഡ് പ്രോസസ്സിങ്ങിന് 2 വർഷം എടുക്കും. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, തുടങ്ങിയാൽ ഒരിക്കലും ഇത് തീരത്തില്ലല്ലോ. നമുക്ക് കുഞ്ഞ് ഓൾറെഡി എനിക്ക് ഡെലിവറായി പെട്ടെന്ന് തന്നെ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഏജൻസിയുടെ നമ്പർ തന്നു. ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ 3 മാസത്തിനുള്ളിൽ എനിക്കെൻ്റെ DL കിട്ടി. അതിനുശേഷം ഞാനൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമോയെന്ന് അറിയത്തില്ല, ഒരിക്കലും ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് നമുക്ക് മെറ്റേണിറ്റി ഹോസ്പിറ്റലിലോട്ട് യൂറോപ്യൻ രാജ്യത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം നേഴ്സിംഗ് നമ്മുടെ ഇവിടെ 4 വർഷം പഠിക്കുന്നത് പോലെ തന്നെ അവർക്ക് അവിടെ 4 വർഷത്തെ ഒരു കോഴ്സാണ് ഈ മെറ്റേണിറ്റി മിഡ്വൈഫറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും അവർ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലോട്ട് സെലക്ട് ചെയ്യത്തില്ല. നമുക്ക് മെഡിക്കൽ സർജിക്കലിൻ്റെ ബാക്കി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും പോകാം, മെറ്റേണിറ്റി പോകാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത സമയത്ത് 4 വർഷം മെറ്റേണിറ്റി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം വന്നു. അമ്മയോട് ഈ നിയോഗം പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം. പക്ഷേ നടക്കുകയില്ലെന്ന് എനിക്കറിയാം, 0% ചാൻസേ ഉള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു നാഷണൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ അയർലൻഡിൽ. 23 വർഷം കൂടി അവിടെ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. ആദ്യമായിട്ട് അവർ 4 BSc നഴ്സുമാരെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് വന്നു. 4 വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള എന്നെ അവർ 20 വർഷം, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും 20 വർഷവും 25 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ 4 വർഷം മാത്രമുള്ള എന്നെ അവർ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ നാഷണൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും സംഭവിക്കുകയില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ പറ്റിയതും ഇന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റിയതും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോസസ്സിങ് നടന്നു. ജൂലൈയിൽ ഇൻ്റർവ്യൂ പാസ്സായി. ഒക്ടോബർ നവംബറിൽ പോകാമെന്നായിരുന്നു. എല്ലാം ചെയ്തു. പക്ഷേ ഒരു 2 മാസത്തെ ഡിലേ വന്ന് പോകാൻ പറ്റിയില്ല. അത് ജനുവരിയിലോട്ട് മാറ്റി. അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ ഒരു താമസം? ഒരിക്കലും ഒത്തിരി ലാഗായില്ല, ഇപ്പോഴൊക്കെയാണ് വർഷങ്ങളെടുക്കും. പക്ഷേ അന്ന് എനിക്കൊരു വിഷമം വന്നു. പക്ഷേ എനിക്ക് താമസിച്ചതിൻ്റെ കാര്യം അന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി, അക്കോമഡേഷനൊക്കെ കിട്ടാൻ അവിടെ വളരെ പാടാണ്. പക്ഷേ ജനുവരി തൊട്ട് പോകുന്ന വ്യക്തികൾക്കെല്ലാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 മാസം ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ഞാൻ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്ന ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തോളാം, പക്ഷേ എനിക്ക് 5 മിനിറ്റ് ദൂരത്ത് പള്ളിയുള്ളിടത്ത് എനിക്ക് അക്കോമഡേഷൻ തരണേന്ന്. അത് ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സിനോടും പറയുമായിരുന്നു, അങ്ങനെ കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അമ്മ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ ദൂരം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യണം. പക്ഷേ എനിക്ക് 5 മിനിറ്റ് എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ തമ്പുരാനെ പോയി കാണാനുള്ള 5 മിനിറ്റ് ദൂരത്തിൽ എനിക്ക് പള്ളിയുള്ളൊരു സ്ഥലം തമ്പുരാൻ എനിക്ക് തന്നു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. ആ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഒരു 3 മാസം ഞങ്ങൾ ഫ്രീ ആയിട്ട് നിന്നു. അതോടൊപ്പം തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള വലിയൊരു എക്സാമാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം. 15 സ്റ്റേഷൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ 2.5 ലക്ഷം പേ ചെയ്താണ് പോകുന്നത്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ പോലും നമ്മൾ ആദ്യം പേ ചെയ്യണം. പാസ്സായി കഴിയുമ്പോഴേ അവർ തിരിച്ചു തരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകണം. അപ്പം ഞാൻ ഓർത്തു, കോച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പോയി എഴുതാമെന്ന്. പക്ഷേ അമ്മ എന്നെ തോന്നിപ്പിച്ചു, നീ IELTS പോയി എഴുതിയതുപോലെ ഇത് എഴുതാൻ പോയി നിൽക്കരുത്, നിനക്ക് കിട്ടത്തില്ലെന്ന്. അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ കോച്ചിങ് എടുക്കണം. തമ്പുരാൻ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പക്ഷേ കോച്ചിങ്ങിന് പോയി. അവിടെ ചെന്ന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ യാതൊരു മെറിറ്റില്ലായിട്ടും എനിക്ക് പല സ്റ്റേഷനുകളും എനിക്ക് വളരെ പാടായിരുന്നു. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ 15 സ്റ്റേഷനും പാസ്സാകാൻ പറ്റി. ആദ്യത്തെ എക്സാമിലൂടെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ജോലിക്കും കയറാൻ സാധിച്ചു. അടുത്ത സാക്ഷ്യം എനിക്കൊരു വീട് ലഭിച്ചതിനെ പറ്റിയായിരുന്നു.
എനിക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും അമ്മയുടെ മുൻപിലെല്ലാം ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിക്കാറ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ജൂൺ 1 മുൻപായിട്ട് എനിക്കൊരു ഭവനം തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭവനത്തിൽ കയറുന്നതിന് മുൻപ് എനിക്ക് വിശുദ്ധ വസ്തുക്കൾ വേണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് ആ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അയർലൻഡിൽ എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ആരും എൻ്റെ അറിവിൽ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പം ഞാനന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ച് കിട്ടുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി, ഫസ്റ്റ് അറ്റംപ്റ്റ് ലൈസൻസ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ചേച്ചി ഇനി ഉടമ്പടി എടുത്ത വ്യക്തിയാണോ. പിറ്റേ ദിവസം രാത്രി ചേച്ചി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി കൃപാസനത്തിൻ്റെ ആളാണോ, ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനും അവിടുത്തെ ആളാടി, നമ്മുടെ മാതാവല്ലേ അവിടെയുള്ള ചേച്ചി, എനിക്ക് ഉടമ്പ് വസ്തുക്കൾ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ചേച്ചി എനിക്ക് സന്തോഷമായിട്ടൊരു കാശുരൂപവും കുറച്ച് ഉപ്പും കൊണ്ട് തന്നു. ഞാൻ അവിടെ അക്കോമഡേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അതുമായിട്ട് പോയി പ്രാർത്ഥിച്ചു. അവിടെ 2 പേരുടെ സാലറി സ്ലിപ്പ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു വീട് കിട്ടുകയുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. എന്നോട് അതിൻ്റെ ഓണർ ഇങ്ങോട്ട് വിളിച്ച് പറയുവാണ്, ഇത് നിനക്ക് മാത്രമായിട്ടാണ്, നിൻ്റെ കുടുംബത്തിന് മാത്രമായിട്ടാണ് ഞാൻ ഈ വീട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ജൂൺ 1 തന്നെ എനിക്ക് ആ ഭവനം കിട്ടുകയും വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ആ ഭവനത്തിൽ ഉപയോഗിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ സന്തോഷമായിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിന് സാധാരണ നമുക്കിവിടെ തണുപ്പ് വന്ന് ഇവിടെയാണെങ്കിൽ അവന് പനി വരും. പക്ഷേ ഞങ്ങൾ ഇന്ന് പോയിട്ട് 1.5 വർഷമായി എല്ലാ ദിവസവും വിശുദ്ധ ഉപ്പും തേനും ഞാൻ അവന് കൊടുക്കാറുണ്ട്. ഞങ്ങൾ 3 പേരും, ഞാനും ഹസ്ബൻഡും കുഞ്ഞും 2 നേരവും ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും ഞങ്ങളൊരു ആശുപത്രിയിൽ പോകേണ്ട വരികയോ അവനൊരു പാരസെറ്റാമോളോ ഒരു ആൻറ്റിബയോട്ടിക്കോ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളുടെ പവർ. അതെനിക്ക് മനസ്സിലായി. നമുക്ക് ഒരു ഡോക്ടറെ പെട്ടെന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പിന് ചോദിക്കാനോ നമുക്ക് അവിടെ അവസരമില്ല. പക്ഷേ എനിക്കിപ്പോൾ പേടിയില്ല. എന്ത് വന്നാലും എൻ്റെ കയ്യിൽ വിശുദ്ധ വസ്തുക്കളുണ്ട് എന്ന് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത് ഞാൻ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗമാണ്. എൻ്റെ പേരൻസ് ഇടുക്കിയിലാണ്, ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഏലവും കുരുമുളകും ഒക്കെയാണ്. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ വരൾച്ചയിൽ എല്ലാ കൃഷിയും പൂർണ്ണമായിട്ട് നശിച്ചു, ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അപ്പോൾ ഞാൻ മമ്മിയോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഉപ്പ് അവിടെ 4 മൂലയിൽ കൊണ്ടിട്ട് ഉറപ്പായിട്ട് ഒരു മാറ്റം വരും. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, ഓ എന്ത് മാറ്റം, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, എന്നാലും എൻ്റെ ഒരു വിശ്വാസമല്ലേ, നിങ്ങളൊന്ന് ഇട്ട് നോക്ക്. 4 മൂലയിലും ഇട്ടു. ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത് ആ വരൾച്ച കഴിഞ്ഞെടുത്ത സമയത്തെ കൃഷിയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം പരിപൂർണമായിട്ട് തീർന്നു. അവസാനം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു റിങ് കൂടെ മാത്രമേ ഇനി നമുക്ക് വെള്ളമുള്ളൂ, അതിപ്പം തീരും കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഒന്ന് ഉപ്പിട്ട് നോക്കും, ഉറപ്പായിട്ട് ഒരു മാറ്റം വരും. ഉപ്പിട്ട് എവിടെ വെള്ളം നിന്നോ അവിടം കൊണ്ട് തീർന്നു. പിന്നീട് എത്ര 3-4 മാസം വരൾച്ച ഉണ്ടായിരുന്നു, പക്ഷേ ആ ലെവലിൽ തന്നെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്തു. ഒരു കുറവും അതിന് വന്നില്ല. അത് കൂടിയതല്ലാതെ യാതൊരു മാറ്റവും വന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഒരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും എൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും കൃപകൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരും, അത് സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും എൻ്റെ പണികൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കൂടുതലായിട്ടും എയർലി അബോഷൻസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നഴ്സറി വരുന്ന അമ്മമാർ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഉടമ്പടി എടുത്തതിലൂടെ നേരത്തെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒരിക്കലും പോകുകയല്ലെന്ന് ആഗ്രഹിച്ച ഒരു രാജ്യമാണ് സൗദി. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ സൗദിയിലായിരുന്ന സമയത്താണ്. എനിക്ക് 5 തവണ കൂടുതൽ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർക്കാൻ പറ്റിയത് അവിടെ ആയിരുന്നപ്പോഴായിരുന്നു. അതോടൊപ്പം തന്നെ പല ബൈബിൾ വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങൾ പറയാൻ പോയ നമുക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എന്ന് മുൻപോട്ട് നടത്തിയിരുന്ന ഒരു വചനം, ഞാൻ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മക്കബയാർ 8:18. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്തെ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അതായിരുന്നു ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഏശയ്യ 45:2, അങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് കിട്ടുന്ന പത്രങ്ങളും എൻ്റെ കയ്യിലുള്ള പത്രങ്ങളും എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അമ്മയെപ്പറ്റി വാദോരാതെ പറയാറുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എൻ്റെ സാക്ഷ്യം, ഈ കോവിഡ് സാക്ഷ്യമൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അതെല്ലാവർക്കും വലിയൊരു പ്രയോജനമാണ്. ഒരുപാട് പേര് എന്നോട് പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയാറുണ്ട്. അവർ നമ്മുടെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.